പ്രിയപ്പെട്ട പഠിതാക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ MCO05 അല്ലേ, എല്ലാവർക്കും സുപരിചിതമായൊരു പേപ്പറാണ്. അഥവാ അക്കൗണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ്. നമ്മുടെ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് MCOM പഠിതാക്കൾക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് MCO05 എന്നുള്ളത്. അക്കൗണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് അല്ലേ, അഥവാ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സുകൾ എങ്ങനെയാണ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ്. നമ്മുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന മാനേജ്മെന്റ് ഉണ്ട്, അവർക്കുള്ള അവരുടെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഈ പേപ്പറിൽ പ്രധാനപ്പെട്ടും കഴിഞ്ഞ കുറച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസറുകൾ എങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിൽ ചെയ്യാന്നുള്ളതാണ് ഒരു ഗസ്റ്റ് പേപ്പറായിട്ട് പ്രഡിക്റ്റീവായിട്ടാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത 12ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം 7 ബ്ലോക്ക് കവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം വെച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്തുണ്ടാക്കിയതാണ്. ഇതിൻ്റെ മൊത്തത്തിൽ ആൻസർ നോക്കുക, അതിൻ്റെ 38 പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ആൻസർ എഴുതാനുണ്ട്. പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നുണ്ട്, MCO05 ഫെയിലായി പോവാറുണ്ട്, അല്ലെങ്കിൽ മാർക്ക് കുറവാകാനുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ കാര്യമായിട്ട് എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ആവുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ആകുന്ന മെത്തേഡ് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതാന്നുണ്ടെങ്കിൽ, അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ജൂൺ 2026, അതേപോലെ ഡിസംബർ 2026 എക്സാം എഴുതുന്ന അവരായിരിക്കും മേ ബി ഒരു ക്ലാസ് കാണുന്നത്, വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ അതിന് ശേഷം വരുന്നവരൊക്കെ ആയിരിക്കും ഇത് കാണുക. അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റ്, ഈ ഒരു PDF തയ്യാറാക്കിയിട്ടുള്ളത്. ഈ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്പർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇവിടുന്ന് അയച്ചിരുന്നതാണ്. പറഞ്ഞതുപോലെ 12 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 12 ക്വസ്റ്റ്യൻസ്. ദെൻ 7 ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. 38 പേജുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ. നമ്മൾക്ക് 12 പേജ് ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ല. ഏതൊക്കെയാണ് 12 ക്വസ്റ്റ്യൻസ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്. എന്താണ് ഒരു മാനേജറിയൽ അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ റോൾ എന്താണ്, പങ്ക് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും കഴിഞ്ഞ എക്സാമുകളിലൊക്കെ, ഫാസ്റ്റ് വരുന്ന എക്സാമുകളിലൊക്കെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് എങ്ങനെ എഴുതണം, അതിൻ്റെ ഒരു ഡെഫിനിഷൻ അടക്കം വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് അല്ലേ. നമ്മൾ +1 മുതൽ +2 മുതലേ പഠിച്ചു വരുന്നതാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കൺസെപ്റ്റ്. അതിൻ്റെ ലാർജ് ആയിട്ടുള്ള വേർഷൻ തന്നെ നമുക്ക് MCOMൽ പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമിന് ചോദിക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള രൂപം നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മൂന്നാമത്തത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അതാണ് മൂന്നാമത്തത് പ്രധാനപ്പെട്ട പോയിന്റാണ് അത് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തത് ക്യാഷ് ഫ്ലോ VS ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ +1 +2 എന്നൊക്കെ ഡിഗ്രിയിലൊക്കെ പഠിച്ചതാണ്. ഫണ്ട് ഫ്ലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള മാറ്റങ്ങൾ, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള കഴിഞ്ഞ എക്സാമുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനും പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്, ഗസ് ചെയ്യാവുന്നതാണ്. അത് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആറാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റുകൾ കേട്ടോ. ബഡ്ജറ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ തരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രൂപത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ 5 നമ്മളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യസ്ത ഇഗ്നോ ചോദിക്കാവുന്ന ചോദ്യം എങ്ങനെയാണ്, അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് കോസ്റ്റിംഗ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണെന്നുള്ളതും, ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെയോ 7ാമത്തെ ക്വസ്റ്റ്യനിൽ വേരിയൻസ് അനാലിസിസ് ഇറ്റ് ഈസ് യൂസസ് കേട്ടോ. അതാണ് പ്രധാനപ്പെട്ട് നമ്മൾ 7ാമത്തെ ഇതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അല്ലേ. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ് 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇതൊക്കെ ഒരു MCOM പഠിതാക്കൾ ഇതൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ +2 കഴിഞ്ഞവരാണ്, BCom കഴിഞ്ഞവരാണ് ഇല്ലേ, നമ്മൾ MCOMലേക്ക് വന്നവരാണ്. ചെറുപ്പം മുതലേ നമ്മൾ ഇതൊക്കെ കേട്ട് വരുന്നവരാണ് എന്താണെന്നുള്ളതും, ഇപ്പോൾ അക്കൗണ്ടിങ്ങും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണെന്നുള്ളതും, അതേപോലെ ഇതിൻ്റെ ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിഗ്രി തലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് നമുക്ക് ഇതിലുണ്ടാവുക MCOMൽ പഠിക്കാനുള്ളത്.
ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് ഇഗ്നോ ബേസ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്തത് നമ്മളിതൊരു തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കൂ, സ്ട്രിക്ട്ലി ഫ്രം ഇഗ്നോ ബുക്ക്. ഇതെല്ലാം നമ്മൾ പറയുന്നത് മൊത്തം ഇഗ്നോ ബുക്കിൽ നിന്ന് മാത്രം ചെയ്തെടുത്തതാണ്. അതേപോലെ ബ്ലോക്ക് വൈസ് മാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് 6 സെഷൻസ് അനലൈസ് നമ്മൾ ആ ലാസ്റ്റത്തെ ഒരു 6 പരീക്ഷ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എക്സാമുകളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് എന്ത് ചെയ്തത് ഈ ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഗസ്റ്റ് പേപ്പർ ആയിട്ടുള്ള ഈ ഒരു PDF നിങ്ങൾക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. 9ാമത്തെ എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് ഇൻ ഡിസിഷൻസ് കേട്ടോ. ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് ഇൻ ഡിസിഷൻസ്. പിന്നെയോ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ZBB എന്നുള്ള സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ടൈപ്സ് ആൻഡ് എസെൻഷ്യൽ ഓഫ് റിപ്പോർട്ട്സിന്റെ ടൈപ്പ് അതിന്റെ എസെൻസുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇത് അധിക എക്സാമിനും ചോദിക്കാറുണ്ട്. ABC, TP, EA ഇതിൻ്റെയൊക്കെ ലിമിറ്റേഷൻ എന്താണ്, അതിനെ പറ്റിയൊരു ഷോർട്ട് നോട്ട്സുകൾ എന്ത് ചെയ്യണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു PDF-ലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു എക്സാം MCOM-ൻ്റെ എക്സാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, MCO 015 അല്ലേ, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് പ്രഡിക്റ്റീവായിട്ടുള്ള ഗസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് അത് മാത്രമാണ് കഴിഞ്ഞ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. നമ്മൾ കൊടുത്ത 12 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ ഇഗ്നോ ചോദിച്ചിട്ടുള്ള 8 ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 5 മാത്രം എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഉപകാരപ്രദമായിരുന്നു. കുട്ടികളൊക്കെ നമ്മുടെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തോടും പാടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു PDF ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും നിങ്ങളോട് വാങ്ങുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ ആ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു PDF അയച്ചു തരും. നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാനും ബാക്കിയുള്ള പർപ്പസിനൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം, അടുത്ത വീഡിയോകളിലായിട്ട് പരിചയപ്പെടാം. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇതേപോലെ ഗസ്റ്റ് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നതാണ് കേട്ടോ. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.